ഹണിമൂൺ അല്ലെങ്കിൽ മധുവിധു എന്ന് കേൾക്കാത്തവർ വിരളമായിരിക്കും. കേൾക്കുമ്പോഴേ മനസ്സിലോടിയെത്തുന്നത് യുവദമ്പതികളുമാകാം. എന്നാൽ ഇക്കഴിഞ്ഞ ജൂൺ 21-നുണ്ടായ ഒരു ഹണിമൂൺ കഥയാണ് ഇനി പറയാൻ പോകുന്നത്. ഇതാണ് ഹണിമൂൺ അഥവാ മധുവിധു. എന്താണ് ഹണിമൂണും ടെലിസ്കോപ്പും തമ്മിൽ ബന്ധം? ആരാണിങ്ങനെ ഹണിമൂൺ കഥ കേൾക്കാനിരിക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത്? സംശയങ്ങൾ നിരവധിയുണ്ടാകാം. എന്നാൽ ഇക്കഴിഞ്ഞ 21-ന് നടന്ന ഹണിമൂൺ അത് കണ്ണിൽ കണ്ട അമേച്ചൂർ വാന നിരീക്ഷകനായ സുരേന്ദ്രൻ പുനശ്ശേരി തന്നെ പറയട്ടെ. എന്താണ് ഈ മധുവിധു ചന്ദ്രനുമായി ബന്ധപ്പെട്ടതിന് എന്താണ് കാരണമെന്ന്? പണ്ട് യൂറോപ്യൻ നാടുകളിൽ പഴയ കാലത്ത് ഈ തേൻ ശേഖരിക്കുന്നൊരു സമയമാണിത്. അതായത് ജൂൺ മാസത്തിൻ്റെ അവസാന ആഴ്ചകളിൽ ആ കാലത്ത് കാണുന്ന ചന്ദ്രൻ അവർ സ്വാഭാവികമായി തേൻ ചന്ദ്രൻ എന്ന് വിളിച്ചു. പക്ഷെ അത് പിൽക്കാലത്ത് ഉത്തരായനാന്ത അത് ജൂൺ 20-നോ 21-നോ 22-നോ ആയിരിക്കും. ഈ സമയത്ത് ഈ പൗർണമി വരികയാണെങ്കിൽ അതിനെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അതൊരു റെയർ ഒക്കേഷനാണ്. അതായത് 19-ഓ 20-ഓ വർഷത്തിലൊരിക്കൽ മാത്രമേ ഈ ഉത്തരായനാന്തവും ഈ പൗർണമിയും ഒരുമിച്ച് വരുള്ളൂ. അങ്ങനെ ഒന്നായിരുന്നു ഈ 2024 ജൂൺ 21 സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതൊന്ന് ക്യാപ്ചർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. മഴക്കാറിനുള്ളിലൂടെ ചന്ദ്രൻ ഇങ്ങനെ പതുക്കെ മന്ദമായിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് സമയം വളരെ ക്ലിയറായി കിട്ടി. അപ്പോൾ ഞാനതിന് വീഡിയോ എടുത്ത് കുറച്ച് ഫോട്ടോ എടുത്ത്. അതായത് മിഥുന മാസമാണ്. മിഥുനം എന്ന് പറയുന്നത് യുവമിഥുനങ്ങൾ എന്നുള്ള സങ്കല്പമാണ്, ഇരട്ടകൾ മിഥുനങ്ങൾ. അവിടെയുണ്ട് ഒരു കല്യാണം, മധുവിധു ഒക്കെ. ചുരുക്കി പറഞ്ഞാൽ ലോകമാസകലം ഇതൊരു മധുവിധുവിൻ്റെ ചന്ദ്രൻ തന്നെയാണ്. ശാസ്ത്രാധ്യാപകനായിരുന്ന സുരേന്ദ്രൻ മാഷിപ്പോൾ നല്ല തിരക്കിലാണ്. വാനനിരീക്ഷണത്തെ ഒന്ന് ജനകീയമാക്കണം. ഹണിമൂൺ കഥ പോലെ സാധാരണക്കാർ അറിയാതെ പോയ പല കഥകളും വിളിച്ചു പറയണം. ജനകീയാക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹണിമൂണിൻ്റെ രഹസ്യം തേടി വന്നതായിരുന്നു നമ്മുടെ അമേച്ചർ വാന നിരീക്ഷകനായിട്ടുള്ള സുരേന്ദ്രൻ പുനശ്ശേരിയാണ് നമുക്കൊപ്പം ചേർന്നത്. അദ്ദേഹം പറഞ്ഞു തന്ന കഥകൾ എല്ലാവർക്കും ഹൃദ്യമായിട്ടുണ്ടാകുമെന്ന ഒരു ഘട്ടത്തിൽ പ്രതീക്ഷയാണ്. ഇനിയും ടെലിസ്കോപ്പിനടുത്തേക്ക് ഞാൻ വരും കാഴ്ചകൾ കാണുന്നതിനായിട്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തിയിരിക്കുന്നത് എൻ്റെ കൂടെ വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ടോളോണ്ണയാണ്. ഒപ്പം ഞാൻ റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.